ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സ്വീറ്റ് ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഇതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് മില്ലറ്റ്സിൽ വളരെ പ്രധാനിയായിട്ടുള്ള ജോവാറിൻ്റെ ആട്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ആട്ട ഉപയോഗിച്ചിട്ടൊരു ഹൽവ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഹൽവ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഞാൻ 1 കപ്പ് ജോവാറിൻ്റെ ആട്ട എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് നമ്മൾ 1/2 മുതൽ 1/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയുടെ സ്ഥാനത്ത് വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ 2 മുതൽ 3 സ്പൂൺ നെയ്യ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് അണ്ടിപ്പരിപ്പ്, പിന്നെ ഏലക്ക, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ 1-1.5 കപ്പ് വെള്ളം എടുത്ത് അതിനെ നന്നായിട്ട് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഏലക്കയോടെ പൊട്ടിച്ച് നന്നായിട്ട് തിളപ്പിച്ച് അതിനെ ഒരു സൈഡിലെടുത്ത് വെക്കുക. അതിന് ശേഷം ഒരു ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ നെയ്യൊഴിച്ച് നമ്മൾ നേരത്തെ 1 കപ്പ് ജോവാർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ജോവാറിനെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഈ സമയത്ത് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ജോവാറിൻ്റെ ഒരു പച്ചമണം മാറാനും അതുപോലെ തന്നെ നെയ്യിലൊന്ന് നന്നായിട്ട് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി ഇതേ രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് കൊടുക്കാതിരുന്നാൽ ചിലപ്പം തീ കൂടിപ്പോയി കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷം ഇതൊരു ലൈറ്റ് ബ്രൗണിഷ് കളർ ആകുന്നിടം വരെ ഇതേ രീതിയിൽ, കണ്ടില്ലേ ഇപ്പം ബ്രൗണിഷ് കളറായി, ഇതേ രീതിയിൽ ഏകദേശം ഞാൻ 10 മിനിറ്റോളം ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. ഇതേ രീതിയിൽ നമുക്ക് ആ ഒരു കണ്ടൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കണ്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ ഹെൽത്തി ആക്കാനായിട്ട് ഞാനിവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ മധുരത്തിന് നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ചിട്ട് നിങ്ങളതിൽ ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 മുതൽ 1/4 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനിയും ശർക്കര കൂടെ ചേർത്ത് ഈ മാവിനെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഈ സമയത്ത് നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. വളരെ ശ്രദ്ധിക്കുക, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഏകദേശം ശർക്കര ചേർത്തതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റോളം നേരം ഇതേ രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് നന്നായിട്ട് യോജിച്ച് നമ്മുടെ ജോവാറിൻ്റെ ആട്ടയും ശർക്കരയും നന്നായിട്ട് യോജിച്ച് വരത്തക്ക രീതിയിൽ ഇതിനെ ഇതേ രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ കണ്ടൻറ്റ് ഈ ഒരു രീതിയിലേക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടി കഴിയുന്ന സമയത്തേക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഇലക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന വെള്ളം, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് കട്ട പിടിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് മിനിമം ഒരു 5 മിനിറ്റ് നേരമെങ്കിലും നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്ത് നമ്മൾ അതിനെ ഒരു ഹൽവയുടെ പരുവത്തിലാക്കി എടുക്കണം. അപ്പം ഈ സമയത്ത് തീ മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം. ഇതേ രീതിയിൽ ഇളക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹൽവ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരുപാട് നെയ്യൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ നെയ്യൊക്കെ ചേർത്ത്, കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ചുകൂടെ നെയ്യൊക്കെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.